നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിഷ്ണുവിന്റെ ആത്മഹത്യ. ബാങ്ക് അധികൃതർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് രംഗത്ത്. വലപ്പാട് ഇടവകയിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന വികാരി ഫാദർ ബാബു അപ്പാടന് പൗരാവലിയുടെ യാത്രയേറ്റു. തൃപ്രയാറിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലും പോസ്റ്റിലും ഇടിച്ച് 6 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. വിഷ്ണുവിന്റെ ആത്മഹത്യ പൂർണ്ണ ഉത്തരവാദിത്വം കാഞ്ഞാണി സൗത്ത് ഇന്ത്യൻ ബാങ്കിനാണെന്നും ബാങ്ക് മാനേജർക്കെതിരെയും റിക്കവറി മാനേജർ അക്ഷയ് വർമ്മയ്ക്കെതിരെയും നരഹത്യക്ക് കേസെടുക്കണമെന്നും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായി നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ബാങ്ക് ഉപരോധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ വി.ജി, മണ്ഡലം പ്രസിഡന്റുമാരായ സിജോൺ ജോസ്, രജീഷ് പാവറട്ടി, അനസ് കൈപ്പിള്ളി, അരുൺ വെങ്കിടങ്ങ്, അരുൺ തൈക്കാട്, ജെയ്സൺ ആൻഡോ, ജിൽസ് പാവറട്ടി, വിമൽ സി.വി, DCC ജനറൽ സെക്രട്ടറിമാരായ കെ ബാബു, ജയറാം, മണ്ഡലം പ്രസിഡന്റുമാരായ അരുൺ M.V, ഡോക്ടർ ആൻഡോ ലിജോ, മൃദുൽ ഊരകം, വിഷ്ണു എടവള്ളി, ടോണി അത്താണിക്കൽ, ഡോളി വിനീഷ്, ബർട്ടിൻ ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. ബ്ലേഡ് പലിശക്കാരെ പോലെ ഗുണ്ടാ സംഘങ്ങളെ പോലെ ചില ആളുകളെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ലോൺ തിരിച്ചറിയിക്കാൻ പറയുന്നു. ഈ ബാങ്ക് അധികാരികൾ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്ത് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് കേവലം ലാഭ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടിയാണ് ഈ രാജ്യം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ ഈ രാജ്യത്ത് ബാങ്കിംഗ് സിസ്റ്റം നടപ്പിലാക്കിയത്. ഫാദർ ബാബു അപ്പാടന് വലപ്പാട് പൗരാവലി യാത്രയയപ്പ് നൽകി. വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ 4 വർഷത്തെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ശേഷം മുണ്ടൂർ കർമ്മലമാതാ ദേവാലയത്തിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഫാദർ ബാബു അപ്പാടന് വലപ്പാട് പൗരാവലി പ്രൗഢഗംഭീരമായ യാത്രയയപ്പ് നൽകി. ഇടവക ദേവാലയത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളോടെ തുറന്ന ജീപ്പിൽ ആനയിച്ച് ഭാവന ഓഡിറ്റോറിയത്തിൽ എത്തിയതിനു ശേഷം പൊതുസമ്മേളനം നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ EK തോമസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഗ്രൂപ്പ് MD VP നന്ദകുമാർ മുഖ്യാതിഥിയായിരുന്നു. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി 3 ദേവാലയങ്ങളുടെ പനമ്പിൽ തീർത്ത രൂപം അദ്ദേഹത്തിന് സമ്മാനിച്ചു. മുൻ MLA ഗീതാ ഗോപി, പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, EP അജയഘോഷ്, ആവാസ് മാസ്റ്റർ, RI സക്കറിയ, MA സലീം, AG സുഭാഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൺവീനർ ഷിജോ പുത്തൂർ സ്വാഗതവും പ്രോഗ്രാം ഡയറക്ടർ ഷാജി ചാലിശ്ശേരി നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നമ്മുടെ വടപ്പാട് മതപ്രദേശവുമായി ബന്ധപ്പെടുന്ന സ്ഥലത്തെ അനുഗ്രഹം എനിക്കുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അനുഗ്രഹം വിളിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. എന്നിരുന്നാലും പല ഈ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം വലപ്പാട് എന്താണെന്നും നമ്മുടെ ഫാദർ ബാബു അച്ഛൻ എന്താണെന്നൊക്കെ നിങ്ങൾ വളരെ വിശദമായി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എൻ്റെ ചില വികസന കാര്യങ്ങൾ പറയാൻ അതെനിക്കത്ര താല്പര്യമില്ല. കാരണം ചെയ്തുകൊണ്ട് മാത്രമേ അങ്ങനെ വലിയ പ്രൗഢികമായ ചില കാര്യം പ്രഖ്യാപിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളൂ. ചില കാര്യങ്ങളിൽ എനിക്ക് മനസ്സിൽ തുറന്ന് പറയേണ്ട ചില സമയങ്ങളിൽ നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഒരു കാര്യം പറയേണ്ടതില്ല. പലപ്പോഴും നമ്മുടെ വലപ്പാട് ഇടവക പെരുന്നാളൊക്കെ വരുമ്പോൾ അച്ഛനെ പലപ്പോഴും പറഞ്ഞായിരിക്കും.
നാട്ടിക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മേഖലയായ നാട്ടിക ബീച്ച് പാർക്ക് നവീകരണത്തിനായി 2 കോടി രൂപ വകയിരുത്തി. ജനങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും ഏറെ നാളത്തെ ആവശ്യമാണ് നിറവേറാൻ പോകുന്നത്. നാട്ടിക മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലയായ ചേർപ്പിലെ ജനങ്ങളുടെ ദീർഘനാളായുള്ള ആവശ്യമാണ് കായികപരമായ മേഖലയിലെ വികസനം. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അകത്തായുള്ള സ്ഥലത്ത് പൊതുജനങ്ങൾക്കും പ്രയോജനമാകുന്ന രീതിയിൽ മിനി ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ 3 കോടി രൂപ വകയിരുത്തി. പാറളം ഗ്രാമപഞ്ചായത്തിലെ കോടന്നൂർ സെന്റർ മുതൽ വെങ്ങിണിശ്ശേരി സെന്റർ വരെയുള്ള റോഡ് BM&BC പ്രവൃത്തികൾക്കായി 3 കോടി രൂപ വകയിരുത്തി. വിനോദസഞ്ചാരികളുടെ മേഖലയായ പുള്ളിൽ ടൂറിസം പദ്ധതിക്കായി ആദ്യഘട്ടം നടപ്പാത നിർമ്മാണത്തിനും LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുമായി 2 കോടി രൂപയും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കർഷകർക്കായി നാട്ടിൽ തന്നെ നെല്ല് സംഭരിക്കുന്നതിനായി നെല്ല് സംഭരണ കേന്ദ്രം നിർമ്മിക്കുന്നതിനായി 5 കോടി രൂപയും കേരള സർക്കാരിന്റെ 2024 ബജറ്റിൽ മുൻഗണനാടിസ്ഥാനത്തിൽ വകയിരുത്തിയിട്ടുണ്ട്. താന്യം ഗ്രാമപഞ്ചായത്തിൽ അക്വാട്ടിക് കോംപ്ലക്സ് നിർമ്മാണം, ചേർപ്പ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, IP ബ്ലോക്ക്, ഫ്ലാറ്റ് ടൈപ്പ് ക്വാർട്ടേഴ്സ്, ലാബ് എന്നിവയ്ക്ക് കെട്ടിട നിർമ്മാണം, ചേനം മുള്ളക്കര റോഡിൽ 2 പാലങ്ങളുടെ നിർമ്മാണം, താന്യം ഹോമിയോ ഡിസ്പെൻസറി കെട്ടിട നിർമ്മാണം, കുണ്ടോളിക്കടവ് പുള്ള് റോഡ് BM&BC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തൽ, തളിക്കുളം നമ്പിക്കടവ് സ്നേഹതീരം റോഡ് BM&BC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തൽ, തേവർ റോഡ് BM&BC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തൽ, പെരിങ്ങോട്ടുകര കിഴിപ്പള്ളിക്കര കറാഞ്ചിറ അഴിമാവ് കടവ് റോഡ് BM&BC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആലപ്പാട് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഫ്ലാറ്റ് ടൈപ്പ് ക്വാർട്ടേഴ്സ്, IP ബ്ലോക്ക് ലാബ് കെട്ടിടങ്ങളുടെ നിർമ്മാണം, നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രം പുതിയ ബ്ലോക്ക് നിർമ്മാണം, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റ് കെട്ടിട നിർമ്മാണം, ശാസ്താംകടവ് കോടന്നൂർ ചാക്യാർ കടവ് റോഡ് BM&BC ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തൽ, ചേർപ്പ് തൃപ്രയാർ റോഡ് കണ്ണോളി ക്ഷേത്രം മുതൽ ചിറക്കൽ പാലം വരെ റോഡ് ഉയർത്തിയുള്ള പുനരുദ്ധാരണ പ്രവൃത്തി, ചേർപ്പ് തൃപ്രയാർ റോഡ് 4/500 മുതൽ 5/500 വരെയും 6/450 മുതൽ 13/900 വരെയും BC ആൻഡ് ഓവർലേ പ്രവൃത്തികൾ എന്നിവയാണ് നാട്ടിക മണ്ഡലത്തിലെ ബജറ്റിൽ നിർദ്ദേശമുണ്ടായിരുന്ന 115 കോടിയുടെ പ്രവൃത്തികൾ. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 2023-24 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം അംഗനവാടികളിലേക്ക് ഫർണിച്ചറുകളും വാട്ടർ പ്യൂരിഫയറും വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK അനിത ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 26 അംഗനവാടികളിലേക്ക് മേശയും കസേരയും വിതരണം ചെയ്യുന്നതിന് 2 ലക്ഷം രൂപയും കുട്ടികൾക്ക് ശുദ്ധമായ കുടിവെള്ളം നൽകുന്നതിനായി വാട്ടർ പ്യൂരിഫയറുകളും കുടിവെള്ള കണക്ഷന് വേണ്ടി ഫിൽട്ടറിംഗ്, പ്ലംബിംഗ്, മോട്ടോർ, വാട്ടർ ടാങ്ക് എന്നിവയ്ക്കായി 5 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ വിനയ പ്രസാദ്, സുമന ജോഷി, ബിന്നി അറയ്ക്കൽ, ICDS സൂപ്പർവൈസർ സിനി KS എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ KS, സാക്ഷരതാ പ്രേരക് മിനി ടീച്ചർ, അംഗനവാടി അധ്യാപകർ, കുട്ടികളും എന്നിവർ പങ്കെടുത്തു. പല വർഷങ്ങളിലായി നടത്തിയിട്ടുള്ള വിതരണങ്ങൾ തന്നെയാണ് വീണ്ടും ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളിവിടെ നടത്തി പോകുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ അംഗൻവാടികളിൽ 26 അംഗൻവാടികളാണ് നമ്മൾക്ക് 16 വാർഡുകളിലായിട്ടുള്ളത്. ഈ 26 അംഗൻവാടികളിൽ ഫർണിച്ചറുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫർണിച്ചറുകൾ ഉണ്ട്. എന്നാൽ പലതും പഴകിയതിൻ്റെ ഭാഗമായിട്ട് അത് ആവശ്യപ്പെട്ടത് പ്രകാരം, അതായത് അംഗൻവാടി അധ്യാപകരിൽ നിന്നും നമ്മൾ ലിസ്റ്റ് എടുത്തത് പ്രകാരം ഏത് അംഗൻവാടികളിലേക്കാണോ അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ, നമ്മൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മക്കളോടൊപ്പം തന്നെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു വിഭാഗമാണ് ഈ അധ്യാപകരെന്ന് പറയുന്നത്. കാരണം അധ്യാപകർ എത്രയും നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്ന അത്രയും കൊച്ചുമക്കൾക്ക് അവിടെ ആ സേവനം അവിടെ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കല്ലിൽ ബാറിൽ മദ്യപിക്കുന്നതിനിടയിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കുത്തേറ്റ് ചികിത്സയിലായിരുന്ന മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട് അച്ഛനും മകനും ഉൾപ്പെടെ 4 പേരെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏങ്ങണ്ടിയൂർ പുത്തൻവിളയിൽ 35-കാരൻ സുനിൽകുമാർ, ഏത്തൈ സ്വദേശിയായ 84-കാരൻ ഒളാട്ട് ഷാജി, മകൻ 29-കാരൻ ജിഷ്ണുലാൽ, 34-കാരൻ ചെമ്പൻ രാജേഷ് എന്നിവരെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച വൈകിട്ട് അഞ്ചാങ്കല്ല് പടിഞ്ഞാറു ഭാഗത്തു വെച്ചായിരുന്നു മിഥുന് കുത്തേറ്റത്. ദേവുവാണ് മിഥുന്റെ അമ്മ. മേഘ സഹോദരിയുമാണ്. തളിക്കുളം മിയ കൺവെൻഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ COA തൃപ്രയാർ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾക്കും അംഗങ്ങൾക്കുമായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് മിയ കൺവെൻഷൻ സെന്റർ മാനേജിംഗ് പാർട്ണർ റിജീബ് ലാലിന്റെ നേതൃത്വത്തിലായിരുന്നു സൗഹൃദ സംഗമം. മിയ കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം 1.5 വർഷത്തോളം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ വേളയിലാണ് നമ്മളിങ്ങനെ ഒരു കൂടിച്ചേരൽ, ഒരു സൗഹൃദ സംഗമം
സംഘടിപ്പിച്ചിരിക്കുന്നത്. മിയ കൺവെൻഷൻ സെൻറ്ററിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയുവാനും നിങ്ങളോടൊത്ത് ഇനിയുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുവാനും നമ്മൾക്ക് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ എവിടെയെല്ലാം നമുക്ക് കൂടുതൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഉദ്ദേശത്തോടും കൂടിയാണ് നമ്മൾ ഈ ഒരു സൗഹൃദ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. COA തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് KP പൈജു അധ്യക്ഷത വഹിച്ചു. എനിക്ക് തോന്നുന്നു കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ച് ആദ്യമായാണ് ഇങ്ങനൊരു മീറ്റ് സംഘടിപ്പിക്കുന്നത്, ഒരു സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നത്. പൊതുവേ ഞങ്ങൾ ഒരു ബിസിനസ് മീറ്റൊക്കെ സംഘടിപ്പിക്കുക, ഞങ്ങളുടെ ബിസിനസ്സിനോട് അനുബന്ധപ്പെട്ട ഞങ്ങളുടെ എക്സസൈസ് തരുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഞങ്ങൾക്ക് ഒരു സൗഹൃദ വിരുന്നും മറ്റൊക്കെ സംഘടിപ്പിക്കാറ്. അതിന് ഉപരിയായിട്ട് വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം ഞങ്ങൾക്കൊരു ബിസിനസ് മീറ്റും അതുപോലെ ഒരു സൗഹൃദ സംഗമ വിരുന്ന് തന്നതിൽ വളരെയധികം നന്ദി അറിയിക്കട്ടെ. COA മേഖലാ സെക്രട്ടറി സുമേഷ് കുമാർ, ട്രഷറർ EL ടോണി, ഗ്രാമിയോർബിറ്റ് ഫിനാൻസ് ഡയറക്ടർ CS ദേവരാജ്, പ്രോഗ്രാം ഇൻചാർജ് പ്രദീപ് KL, ചലച്ചിത്ര സംവിധായകനും അന്തിക്കാട് മഹാത്മാ കേബിൾ TV ഉടമയുമായ സജീവൻ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. മിയ കൺവെൻഷൻ സെന്ററിന്റെ ഉപഹാരം മാനേജിംഗ് പാർട്ണർ റജീബ് ലാൽ COA ഭാരവാഹികൾക്ക് കൈമാറി. കൺവെൻഷൻ സെന്റർ പരിചയപ്പെടുത്തുകയും ചെയ്തു. അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഇടവേള. കാൽ നൂറ്റാണ്ടായി കേബിൾ TV രംഗത്ത് കേരളക്കരയിൽ നിറസാന്നിധ്യമായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാം തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ. ഫെബ്രുവരി 8 പ്രതിനിധി സമ്മേളനം VA വർഗീസ് നഗർ, ചാലക്കുടി ടൗൺ ഹാൾ. ഫെബ്രുവരി 9 പൊതുസമ്മേളനം TV വിനോദ് കുമാർ നഗർ, ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ട്. മന്ത്രിമാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, COA ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാം തൃശൂർ ജില്ലാ സമ്മേളനം. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. COA എന്നും ജനങ്ങൾക്കൊപ്പം. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും
ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. തൃപ്രയാറിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലും വൈദ്യുതി പോസ്റ്റിലും ഇടിച്ച് ബൈക്ക് യാത്രികനുൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ സനീഷ്, കാർ യാത്രികരായ ആലപ്പുഴ രാജു ഭവനത്തിൽ ജസ്റ്റിൻ രാജ്, ജിത്തു, എൽദോസ്, സജികുമാർ, ശ്രുതി എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃപ്രയാർ തെക്കേ ആത്മാവിന് സമീപം ഇന്നു രാവിലെ 8 മണിയോടെയാണ് അപകടം. പരിക്കേറ്റവരെ തൃപ്രയാർ ആക്ട്സ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധമൊരുക്കി കിഴിപ്പള്ളിക്കര ആന്ധ്രപോവ് സോക്കേഴ്സ്. കിഴിപ്പള്ളിക്കര താനിം പ്രദേശത്തെ ആളുഴുന്ന പ്രദേശങ്ങളും പുഴയോരങ്ങളും കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തമ്പടിച്ച് മാരക രാസമയക്കുമരുന്നുകളുടെ ഉപയോഗം വ്യാപകമാണ്. ഇതിനെതിരെ നാട്ടുകാരുടെ കൂട്ടായ്മയുണ്ടാക്കിയാണ് ക്ലബ് പ്രവർത്തകർ പ്രതിരോധിക്കുന്നത്. ആദ്യഘട്ടമായി മേഖലയിലെ വീടുകൾ കയറിയിറങ്ങി ലഘുലേഖ വിതരണവും ലഹരി വ്യാപനത്തെക്കുറിച്ചുള്ള അവബോധവും നൽകി. ക്ലബിലെ കൊച്ചുകൂട്ടുകാർ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ പോസ്റ്ററുകൾ വഴിയോരങ്ങളിൽ പതിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് കിഴിപ്പള്ളിക്കര പടിഞ്ഞാറെ മന പരിസരത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും യുവജന സ്ക്വാഡ് രൂപീകരണവും നടത്തി. ക്ലബ് പ്രസിഡന്റ് ടി വി ദീപു അധ്യക്ഷനായി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി രാമചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്വാലിക് ഹബീബുള്ള, രാജീവ് കല്ലുങ്ങൽ, ഗിരിജൻ വൈക്കത്ത്, എൻ കെ അനിൽകുമാർ, എം വി വിനോദ്, കെ എം മണികണ്ഠൻ, രാജേഷ് ഒറ്റാലി, അബ്ദുൾ റസാഖ്, കാസ്ട്രോ സുധീർ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു. വഴിതെറ്റുന്ന യുവതലമുറയെ കലാകായിക രംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തുകയാണ് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആന്ത്രോപോവ് സോക്കേഴ്സിന്റെ ലക്ഷ്യം. ഞാൻ പോവാറായോ എന്ന ഒരു അറിവ് ഫസ്റ്റ് എയ്ഡ് ആണത്. അത് മറ്റുള്ളവർ ഉപയോഗിക്കാത്ത നമ്മളെപ്പോലുള്ളവരാണ് ഇതാദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന വാക്കുകൊണ്ട്. അപ്പം നമുക്ക് 4 ലക്ഷണങ്ങളേ ഉള്ളൂ. 4 ലക്ഷണം കാട്ടിക്കഴിഞ്ഞാൽ അയാൾ ആശുപത്രിയിൽ പോകണം. അത് ലോകം അംഗീകരിച്ച ഒരു തിയറിയാണ്. അത് ആ ചോദ്യം ചോദിക്കുന്നതും ആ ഒരു ക്വാളിറ്റി തീരുമാനിക്കാനും ആദ്യമായി സഹായിക്കേണ്ടത് ഉപയോഗിക്കാത്ത ഇവിടെ വന്നിരിക്കുന്ന നമ്മളെപ്പോലുള്ളവരാണ്. നമുക്കേ അറിയാൻ പാടുള്ളൂ. കാരണം എന്താ, ഈ ഉപയോഗിച്ചവന്റെ മനസ്സിനാണ് കേടുവന്നിരിക്കുന്നത്. അയാൾക്ക് എന്തറിയില്ല, എനിക്ക് പോകണമെന്ന് തോന്നില്ല. മറ്റുള്ളവരുടെ ഒരു കമ്പൽഷൻ, ഒരു പ്രേരണ, ഒരു നിരുത്സാഹപ്പെടുത്തൽ, നമ്മുടെ അനുകൂലമല്ലാത്ത ഒരു അന്തരീക്ഷം അതിന് പ്രതിരോധിക്കുന്ന ഇതേപോലത്തെ കൂട്ടായ്മകളൊക്കെ ഉണ്ടാവണം. അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇത് ഫസ്റ്റ് എയ്ഡ് ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മൾ ശരിക്കും ഇത് ചെയ്യുന്ന പ്രവർത്തിക്കുന്നതിന് മരിച്ച ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്ന ഒരു വലിയ മഹത്തായ ഒരു മനുഷ്യത്വ സേവനമാണ്. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരു തരം ക്രിയേറ്റിവിറ്റി ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ജോലി എടുക്കുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? അയാൾ ജോലി എടുക്കും, ഇത് കിട്ടിയിട്ട് വേണം കഴിക്കുക, കിടക്കുക, കഴിക്കുക. ഇത് എന്ത് ചെയ്യുന്നതും ഈ ലഹരിക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്ന ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹത്തായ പ്രവൃത്തിയാണത്. അങ്ങനെയാണ് ഇതിനെ നിങ്ങൾ ആദ്യമായിട്ട് നോക്കി കാണേണ്ടത്. ഏങ്ങണ്ടിയൂർ മുല്ലപ്പള്ളി കരിപ്പാടത്ത് ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണവും നടതുറക്കലും ഭക്ത്യാദരപൂർവ്വം നടന്നു. നടതുറപ്പിന്റെ പ്രധാന വഴിപാടായ പൊങ്കാലയ്ക്ക് 100 കണക്കിന് സ്ത്രീകളെത്തി. കുടുംബ ഐശ്വര്യത്തിനും രോഗനിവാരണത്തിനും വിവാഹ പ്രതിബന്ധത്തിനും വേണ്ടി ഒട്ടനവധി സ്ത്രീകൾ ഇത്തവണയും ക്ഷേത്രനടയിൽ വെച്ച് പൊങ്കാല സമർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹം നേടി. ക്ഷേത്രം മേൽശാന്തി പ്രബീഷ്, കീഴ്ശാന്തി സുനിൽ, അനിരുദ്ധൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KG കൃഷ്ണമൂർത്തി, ട്രഷറർ KS വസുധരൻ, ഭാരവാഹികളായ KA പ്രദീപ്, KK മോഹനൻ, KPR സതീശൻ, K രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ടശങ്കടവ് വിളക്കുംകാലിൽ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണലൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ജോബി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാപക നേതാവായിരുന്ന ഭാർഗവൻ മാസ്റ്ററുടെ അനുസ്മരണവും നടത്തി. ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എടവിലങ്ങ, ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ജോയ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പീതാംബരൻ ഇയാനി, ഷിമ്മി ശിവദാസ്, ഏരിയ സെക്രട്ടറി ബിന്ദു ജോസ്, ഏരിയ ട്രഷറർ സൽജി ഷാജു, ഏരിയ ജോയിന്റ് സെക്രട്ടറി CC ആന്റോ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, അന്തിക്കാട്, പെരിങ്ങോട്ടുകര, മണലൂർ ഏരിയ കമ്മിറ്റിയിലെ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. അവരുടെ നല്ല സമയം അവരുടെ ചെറുപ്പം മുഴുവൻ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് സംഘടനയെ വളർത്തി സന്തോഷപൂർവ്വം ഇതിൻ്റെ വളർച്ചയിൽ അവരോടൊപ്പം പങ്കുചേരുന്ന ആളുകളായിട്ട് നിലനിൽക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരാൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്, അല്ലേ?
ബെന്നിയെ അറിയാത്ത ആളുകൾ ഈ നാട്ടിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെന്നി കണ്ടശങ്കടവ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഈ നാട്ടിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ കൂട്ടത്തിൽ നമ്മളോടൊപ്പം ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാ ആളുകളും പങ്കുചേർന്ന് ഈ തൊഴിൽ മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം നിന്ന് സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ വലപ്പാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവകാശ സംരക്ഷണ വാഹന ജാഥയുടെ സംഘാടക സമിതി യോഗം ചേർന്നു. ചന്തപ്പടിയിൽ ചേർന്ന യോഗം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ബാലൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് CA ഹബീബ് അധ്യക്ഷത വഹിച്ചു. രാജു വെന്നിക്കൽ ആമുഖ പ്രസംഗം നടത്തി. ഗോവിന്ദൻ മാസ്റ്റർ, ജോസ് താടിക്കാരൻ, ഗോകുൽദാസ്, ഫാത്തിമ അബ്ദുൽ ഖാദർ, RI സക്കറിയ, സന്തോഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 80ഓളം അംഗങ്ങളും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്തെ പടർന്ന് പന്തലിച്ച് നിൽക്കാം. ആ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഡോക്ടർ രാജഗോപാലിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പത്മശ്രീ കൊടുത്ത് ആദരിച്ചു ഈ കഴിഞ്ഞ പ്രാവശ്യം. കാരണം അദ്ദേഹത്തിൻ്റെ സേവനം അത്ര വലുതാണ്. ആ സേവനം വലുത് എന്ന് മാത്രമല്ല, പാലിയും എന്ന് പറയാനുണ്ട്. പാലി എന്ന് പറഞ്ഞാൽ പുതപ്പിച്ച്, അതായത് ദുഃഖം പൊതിഞ്ഞ് അവരെ ആ ദുഃഖത്തിൽ തൃത്തല്ലൂർ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗികളുടെയും ഹോപ്പ് കുടുംബാംഗങ്ങളുടെയും സംഗമം തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. വല്ലച്ചിറ ശാന്തി ഭവൻ ഡയറക്ടർ ഫാദർ ജോയ് കൂതൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ കരിപ്പാടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഓടക്കുഴൽ അവാർഡ് ജേതാവ് കവി PN ഗോപികൃഷ്ണനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. മുൻ ഡെപ്യൂട്ടി കളക്ടർ PR സുധ ഉപഹാരം സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VM നിസാർ, സുശീൽ ചാളിപ്പാട്ട്, സുരേഷ് ബാബു തറയിൽ, AT സിറാജുദ്ദീൻ, പ്രദീപ് കരിപ്പാടത്ത്, PB ഹരിലാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും അരങ്ങേറി. പാലിയേറ്റീവ് രോഗികളും ജനനായന കലാകാരികളും ആശാവർക്കന്മാരും കലാപരിപാടികൾ അവതരിപ്പിച്ചു. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ, ചോടിന്റെ ചുങ്കം തന്നില്ലെങ്കിൽ ചുങ്കപ്പാട കൊയ്യും ഞാൻ. ഏലേലോ 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 നിട്ടന്തേ എന്നിട്ടന്തേ എന്തേ നീ വന്നീല, എന്നിട്ടന്തേ എന്നിട്ടന്തേ എന്തേ നീ വന്നീല. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണം 2023-24 പദ്ധതി പ്രകാരം അംഗനവാടികൾക്ക് ശുചീകരണ സാമഗ്രികളും വാട്ടർ ടാങ്ക്, മോട്ടോർ എന്നിവയും വിതരണം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. 2.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നിർവഹണം നടത്തിയത്. വൈസ് പ്രസിഡന്റ് വി അർജിത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളായ ജ്യോതി രവീന്ദ്രൻ, BK മണിലാൽ, KA വിജയൻ, KK പ്രഹാഷൻ, രശ്മി ഷിജോ, അജ്മൽ ഷെരീഫ്, സിജി സുരേഷ്, ഷൈൻ നെടിയേരിപ്പിൽ, അനിത ത്രിവികുമാർ, ICDS സൂപ്പർവൈസർ ഷീനാഥ്, ഡോക്ടർ ഗ്രിഷിൻ സുമൻ, അംഗനവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് സ്ഥലം മാറ്റിയത്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പാലക്കാട് നിന്നുള്ളവരൊക്കെ ഇടമുറ്റത്ത് വന്ന് വാങ്ങിക്കുന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നടത്തുന്നത് നമ്മളുടെ 29 അംഗനവാടികൾക്കുള്ള ഫാന്, അതുപോലെ തന്നെ മോട്ടോർ ടാങ്ക്, ശുചീകരണ ഉപകരണങ്ങളാണ്. അപ്പോൾ രണ്ടും കൂടി നമ്മൾ മൂന്ന് പദ്ധതിയും കൂടി നമ്മൾ 2 ലക്ഷം രൂപ പദ്ധതി വിഹിതം വെച്ചിട്ടാണ് ഇപ്രാവശ്യം ഈ അംഗനവാടികൾക്ക് ഇത്തരം സാധനങ്ങൾ നമ്മൾ വിതരണം ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് വിതരണം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിൽ AM UP സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് കാലങ്ങളേറെയായി മാലിന്യം നിക്ഷേപം നടത്തുന്നതിനെതിരെ സമീപവാസികൾ രംഗത്ത്. ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ നടപടിയെടുക്കുകയോ മാലിന്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഒട്ടേറെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയും AM UP സ്കൂളിന് സമീപവുമാണ് മാലിന്യ നിക്ഷേപം നടത്തുന്നത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് മുൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജിത്ത് ആവശ്യപ്പെട്ടു. പരിസരവാസികളായ ഷെരീഫ് RA, ജയൻ അയ്യാണ്ടി, ഷൗക്കത്തലി RA, രാജൻ കളവൂർ, സലാഹുദ്ദീൻ RA എന്നിവർ ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ
AMUP സ്കൂളിൻ്റെ പടിഞ്ഞാറ് വശം ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പൊതുജനങ്ങൾ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇടുന്ന ഒരു പ്രവണത കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ഒട്ടേറെ കാലമായി പഞ്ചായത്ത് അധികൃതരെ ഇതിൽ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ നൽകിയിരുന്നതാണ്. നാളിതുവരെയായി ഒരു പരാതിയും നടപടിയും എടുക്കാത്തതിൻ്റെ പേരിലാണ് ഇവിടെ വളരെയധികം അവശിഷ്ടങ്ങൾ വരാനായി ഇടയാക്കിയത്. തളിക്കുളം നമ്പിക്കടവ് പുളിക്കൽ ധർമ്മദൈവ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, നാഗപൂജ, ശീവേലി, മധ്യാഹ്ന പൂജ, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് പകൽപൂരം, ദീപാരാധന, രാത്രി അത്താഴ പൂജ, തായമ്പക, ഭദ്രകാളിക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. കൊളക്കാടൻ ശിവപ്രസാദ് ഭഗവതിയുടെ തിടമ്പേറ്റി. ക്ഷേത്രം തന്ത്രി ഏങ്ങണ്ടിയൂർ ബൈജുരാജ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് PK ഭരതൻ, സെക്രട്ടറി പ്രേമദാസ് PK, ട്രഷറർ മനോജ് PB എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവാതിരക്കളി നടന്നു. കൊടിയേറ്റ് ദിവസം വൈകിട്ട് വലപ്പാട് ബീച്ച് ശിവയോഗിനി ടീമിന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി നടന്നു. തുടർന്ന് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, ദേവിക്ക് കളം എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി മുരളി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് പ്രേംഭൂഷൺ, സെക്രട്ടറി AB രാജീവ്, മാനേജർ രഘുനാഥൻ, രക്ഷാധികാരി ഗിരിജാശങ്കർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വിഷ്ണുവിന്റെ ആത്മഹത്യ. ബാങ്ക് അധികൃതർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് രംഗത്ത്. വലപ്പാട് ഇടവകയിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന വികാരി ഫാദർ ബാബു അപ്പാടന് പൗരാവലിയുടെ യാത്രയേറ്റു. തൃപ്രയാറിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലും പോസ്റ്റിലും ഇടിച്ച 6 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.